കൗതുകകരമായ ഒരു വാർത്താചിത്രം അതിനൊപ്പം മകനൊപ്പം ആവേശം. കോട്ടയം തിരുവഞ്ചൂർ ഗവൺമെൻറ് LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി 88 വയസ്സുള്ള സരോജിനി അമ്മയെ മകൻ ഗണേഷ് ബാബു തോളിലെടുത്ത് മടങ്ങുന്നു എന്നാണ്. എല്ലാ ജില്ലകളിലെയും പോളിംഗ് വിശദാംശങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ നോക്കുമ്പോൾ എവിടെയാണ്? എറണാകുളം 74.59%, ഇടുക്കി 71%, കോട്ടയം 70%, ആലപ്പുഴ 73%, പത്തനംതിട്ട 66%, പത്തനംതിട്ടയിൽ കുറവാണ്, തിരുവനന്തപുരം 67%, കൊല്ലം 70.36 എന്ന് തുടങ്ങി ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് എറണാകുളത്താണ്. മറ്റൊരു വാർത്ത താഴെ. ഈ നടിയെ ആക്രമിച്ച കേസിലെ സേതു ഇപ്പോൾ പറഞ്ഞതുപോലെ വിശദാംശങ്ങളും പ്രതികരണങ്ങളും അതിന്മേൽ പ്രതികരണങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫെഫ്കയിൽ നിന്ന് ഭാഗ്യലക്ഷ്മിയുടെ പ്രതിഷേധ റാലി എന്ന വാർത്ത. അതിജീവിതയെ അമ്മ സംഘടനയിൽ ഒരാൾ പോലും വിളിച്ചില്ലെന്നും വിമർശനം. അവൾക്കൊപ്പമെന്ന് പറയുമ്പോഴും ഈ സംഘടനകളൊക്കെ അവനൊപ്പമായിരുന്നു എന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു. ഈ രാജിപ്രഖ്യാപനത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതിനിടെ ഈ അതിജീവിതയെ ഓർത്ത് ഭാഗ്യലക്ഷ്മി വിതുമ്പുന്ന ഒരു വാർത്താചിത്രം. ഒപ്പം ചിരി നിറച്ച് നടൻ ദിലീപും ഭാര്യ കാവ്യമാധവനും ഇന്നലെ വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴുള്ള ചിത്രവും അതോടൊപ്പമുണ്ട്. മൂന്നാമത്തെ പേജിൽ മറ്റൊരു വാർത്തയുണ്ട്. വേദനയോടെ സഹപ്രവർത്തകർ. അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിയുടെ മരണം. ഇന്നലെ വോട്ടെടുപ്പ് നടക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് മരിച്ചുപോയൊരു സ്ഥാനാർത്ഥി, അതായത് തൊട്ട് മുമ്പലത്തെ ദിവസം വരെ വോട്ടഭ്യർത്ഥിച്ച് പോസ്റ്ററും ബാനറും ഒക്കെ വയ്ക്കേണ്ടി വന്ന സഹപ്രവർത്തകർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ബാനർ വയ്ക്കേണ്ടി വന്ന ദുരവസ്ഥയെക്കുറിച്ച് ഓർമ്മയിലെന്ന് എറണാകുളം പാമ്പാക്കുട പഞ്ചായത്ത് 10-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി CS ബാബു വോട്ടെടുപ്പ് ദിവസം പുലർച്ചെ മരിച്ചതിനെ തുടർന്ന് ഓണക്കൂർ ജംഗ്ഷനിലെ പ്രചാരണ ബോർഡ് മാറ്റി അവിടെ ആദരാഞ്ജലി ബോർഡ് വച്ചതിന് ശേഷം നിൽക്കുന്ന സഹപ്രവർത്തകരുടെ ചിത്രമാണ് വാർത്തയിലുള്ളത്. മനോരമയിലേക്ക് തന്നെ അടുത്ത പേജിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാ പത്രങ്ങളും ഇങ്ങനെ തന്നെയാണല്ലോ. ഇന്നലത്തെ പോളിംഗ് ചിത്രങ്ങളാണ് നിറച്ചിരിക്കുന്നത്. മനോരമ അതിലൊരു കൗതുകം കാണിച്ചിരിക്കുന്നു. 100 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളുടെ മാത്രം, വോട്ടർമാരുടെ മാത്രം ചിത്രങ്ങൾ. അപ്പൂപ്പന്മാരുടെയും അമ്മൂമ്മമാരുടെയും 1, 2, 3, 4, 5 അങ്ങനെ 6, 7 100 വയസ്സിന് മുകളിൽ പ്രായമുള്ള വോട്ടർമാർ ആ വിലയേറിയ വോട്ടവകാശം വിനിയോഗിച്ചതിൻ്റെ ചിത്രം ഒരു ഫോട്ടോ സ്റ്റോറിയായി കൊടുത്തിരിക്കുന്നു. വോട്ടാവേശം 100 എന്നാണ് അതിന് കൗതുകകരമായ തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ഒരു കൗതുക വാർത്തയും കൂടി പറഞ്ഞിട്ട് മനോരമ നമുക്ക് മാറ്റിവെക്കാം. ഒരു ബലൂണുകൾ എങ്ങനെയാണ് ഒരു രാജ്യത്തിന് ഭീഷണിയാകുന്നത് എന്നാണ് ആ വാർത്ത. ലിത്വാനിയയിൽ നിരന്തരം ബലൂണുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നാണ്? അയൽരാജ്യമായ ബെലാറുസ് ഈ പരീക്ഷണങ്ങൾക്കായി അയക്കുന്ന, കാലാവസ്ഥാ നിരീക്ഷണത്തിനും മറ്റും അയക്കുന്ന ബലൂണുകൾ കൊണ്ട് സഹികെട്ട ലിത്വാനിയ ആ രാജ്യത്ത് ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് വാർത്ത. റഷ്യയുടെ സഖ്യരാഷ്ട്രമായ ബെലാറൂസിലേത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന നടപടിയാണ് എന്ന് പറയുന്നു.